ചില സ്ഥലങ്ങളിൽ ഇതിന് കാജ എന്ന് പറയും, ഞങ്ങൾ അവിടെയൊക്കെ ഐനാസ് എന്നാണ് പറയുക. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് 3 കപ്പ് മൈദ, ഞാനിവിടെ 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോരുത്തർക്ക് എത്ര എണ്ണം ഉണ്ടാക്കണോ അതിനനുസരിച്ചിട്ട് നമുക്ക് അളവിൽ മാറ്റം വരുത്താം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഒരു 4-5 മിനിറ്റും കൂടി നമുക്കിതൊന്നെടുത്ത് കുഴച്ച് വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കുഴച്ച് കഴിഞ്ഞ് അപ്പം തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇനി അല്പം നെയ്യും ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തതിന് ശേഷം നമുക്കിത് ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം. ചപ്പാത്തിനെക്കാട്ടും കുറച്ചും കൂടി വലിയ ബോൾസ് ആവണം. നമ്മളുടെ സ്റ്റഫൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. റൗണ്ടിന് തന്നെ പരത്തണം, കുറച്ചൊരു സ്ക്വയർ ഷേപ്പ് പോലെ, റെക്റ്റാങ്കിൾ ഷേപ്പ് പോലെ ആയിട്ടാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് പരത്തിയെടുത്തിട്ട് ചപ്പാത്തിനെക്കാട്ടി കുറച്ചും കൂടി കട്ടി വേണം കേട്ടോ. നല്ല കനം കുറച്ചിട്ടില്ല, കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി അതിൻ്റെ മേലെ നമുക്ക് ആവശ്യത്തിന് നെയ്യും ഒരല്പം മൈദമാവും കൂടി വിതറി കൊടുക്കുക അതിൻ്റെ മേലെ. എല്ലായിടത്തും നല്ലതുപോലെ നെയ്യും മൈദമാവും സ്പ്രെഡ് ചെയ്യണം. എന്നിട്ട് അതിന് ശേഷം നമുക്കിതിങ്ങനെ മടക്കിയെടുക്കാം. അപ്പം നമുക്ക് ഇപ്പം ഈ ഐനാസ് നമുക്ക് നല്ല അര ഉണ്ടാവുമല്ലോ, അത് ആ അരയുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് മടക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു 4 മടക്കേ മടക്കിയിട്ടുള്ളൂ. ഇനി നമുക്കിത് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ റോൾ ചെയ്തിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ഇപ്പോൾ ആ അരകൾ കാണാം. അപ്പം നമ്മൾ നെയ്യും മൈദയും സ്പ്രെഡ് ചെയ്ത കാരണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അരകൾ വരും. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. നമ്മൾ അര കാണുന്ന ഭാഗത്തല്ല നമ്മൾ പരത്തിയെടുക്കേണ്ടത്, അതിൻ്റെ മേൽഭാഗത്താണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. മൈദമാവും സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാതും നമുക്കൊന്ന് പരത്തിയെടുക്കാം. നല്ല കനം കുറവിൽ വേണം പരത്തിയെടുക്കാൻ, എല്ലാച്ചെങ്കിൽ ഉള്ളു വേവില്ല. ഈ ഒരു അളവിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാതും പരത്തിയെടുക്കാം. ഇപ്പം എല്ലാതും പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് അല്പം ഓയിൽ ഒഴിക്കുക. ചൂടാവുന്ന ടൈമിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്യാൻ. നമ്മൾ ഇട്ട പാടെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അറകൾ ഇങ്ങനെ വരും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിൻ്റെ ഓരോ ഭാഗവും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇങ്ങനെ ചെറുതായി അറകളൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ഐനാസ് ആയിട്ട് വരുന്നുണ്ട്. ഈ കളറൊന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി വെക്കാം.
അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗങ്ങൾ വേവില്ല. എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് 2 കപ്പ് പഞ്ചസാരയും ഒരല്പം ഏലക്കപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് സിറപ്പ് റെഡിയാക്കാം. ഷുഗർ സിറപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുക്കന്നെ തന്നെ നമുക്കിത് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യാം. നമ്മളുടെ ഭയങ്കര ക്രിസ്പി ആൻഡ് സ്വീറ്റി ആയിട്ടുള്ള ഐനാസ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രഞ്ചിയാണ്. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ നെക്സ്റ്റ് വീഡിയോസ് കാണാവുന്നതാണ്. താങ്ക് യു.